കോടതികൾ സൂപ്പർ പാർലമെന്റ് ചമയുന്നുവെന്ന ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രൂക്ഷ വിമർശനത്തിൽ മറുപടിയുമായി രാജ്യസഭാ അംഗവും മുതിർന്ന അഭിഭാഷകനുമായ കപിൽ സിബൽ പറയുന്നുണ്ട്. ഇതുപോലുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്ന ഒരു ഉപരാഷ്ട്രപതി, താൻ ഇതുവരെ അങ്ങനെ ഒരു ഉപരാഷ്ട്രപതിയെ കണ്ടിട്ടില്ല എന്നതാണ് കപിൽ സിബൽ കുറ്റപ്പെടുത്തുന്നത്. കപിൽ സിബൽ അടക്കം നിരവധി പ്രതിപക്ഷ നേതാക്കൾ ഉപരാഷ്ട്രപതിയുടെ പരാമർശങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഉപരാഷ്ട്രപതിയുടെ പരാമർശം ജുഡീഷ്യറിയെ ദുർബലപ്പെടുത്തുന്നതും അവഹേളിക്കുന്നതുമാണെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിനൊപ്പം തൃണമൂൽ കോൺഗ്രസും DMKയും പാർട്ടി നേതാക്കളൊക്കെ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. ബില്ലുകളിൽ ഗവർണർക്ക് പിന്നാലെ രാഷ്ട്രപതിക്കും സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചതോടെ ജുഡീഷ്യറിയും പാർലമെന്ററിയും തമ്മിലുള്ള വാക്പോര് മൂർച്ഛിക്കുകയാണ്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും 3 മാസത്തെ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നടത്തിയ പരാമർശങ്ങളാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് സവിശേഷമായ അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ 142 അനുച്ഛേദം ജനാധിപത്യ ശക്തികൾക്ക് എതിരായ ആണവ മിസൈലായി മാറിയെന്നതായിരുന്നു ജഗ്ദീപ് ധൻഖർ പറഞ്ഞത്. കോടതി സൂപ്പർ പാർലമെന്റ് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 142 നീതി നൽകുവാനുള്ള സുപ്രീം കോടതിയുടെ അവകാശമാണെന്ന് ഉപരാഷ്ട്രപതി അറിഞ്ഞിരിക്കണമെന്നതാണ് കപിൽ സിബൽ പ്രതികരിച്ചത്. ജുഡീഷ്യറിയുടെ തീരുമാനങ്ങൾ തങ്ങൾക്ക് എതിരാകുമ്പോൾ മാത്രം കോടതികൾ പരിധി വിടുന്നുവെന്ന് പറഞ്ഞ് ചിലർ ജുഡീഷ്യറിയെ ആക്രമിക്കുന്നു. രാഷ്ട്രപതിയുടെ പ്രതികരണം അത്ഭുതപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമാണെന്നും കപിൽ സിബൽ പറയുന്നുണ്ട്. മന്ത്രിസഭയുടെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സ്ഥാപനമാണ് രാഷ്ട്രപതിയെന്നും കപിൽ സിബൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. മറ്റു വിവേചനാധികാരം രാഷ്ട്രപതിക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ധൻഖറിന്റെ പരാമർശങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് DMKയും രംഗത്തെത്തിയിട്ടുണ്ട്. ധൻഖറിന്റെ പരാമർശങ്ങൾ ധാർമ്മികവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് DMK നേതാവും രാജ്യസഭാ അംഗവുമായ തിരുച്ചി ശിവ ആരോപിച്ചിരുന്നു. ഭരണഘടന അനുസരിച്ച് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ, ജുഡീഷ്യറി എന്നിവയ്ക്ക് വ്യത്യസ്ത അധികാരങ്ങളുണ്ടെന്നും 3 ഭരണഘടനാ സ്ഥാപനങ്ങളും മികച്ച സന്തുലിതാവസ്ഥയോടെ പ്രവർത്തിക്കണമെന്നും തിരുച്ചി ശിവ പറയുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിൽ ഭരണഘടന പരമോന്നതമാണെന്ന കാര്യം ആരും മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നീതിന്യായ സ്ഥാപനങ്ങളെ ആക്രമിക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്ന പരാമർശങ്ങൾ നടത്തരുത്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന് അടിസ്ഥാനപരമാണ്. അതില്ലാതെ എല്ലാ അവകാശങ്ങളും അപകടത്തിലാകും. സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ചുള്ള ജഗ്ദീപ് ധൻഖറിന്റെ നിരീക്ഷണങ്ങൾ ധാർമ്മികമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവായ രൺദീപ് സിംഗ് സുർജേവാലയും ഉപരാഷ്ട്രപതിയുടെ പരാമർശത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിൽ ഇന്ത്യൻ ഭരണഘടന മാത്രമാണ് പരമോന്നതം. രാഷ്ട്രപതിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ഗവർണറുടെയോ പദവികളൊന്നും അതിന് മുകളിലല്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. TMC നേതാവ് കല്യാൺ ബാനർജിയുടെ പ്രതികരണം വന്നത് സുപ്രീം കോടതി ജഡ്ജിമാരെ കുറിച്ച് ഉപരാഷ്ട്രപതി നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹവും അതിര് കടന്നതുമാണ് എന്നതാണ്. ഒരു ഭരണഘടനാ അധികാരി എന്ന നിലയിൽ അദ്ദേഹം മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്.